എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാരവൻ ഫാമിലി ട്രിപ്പ് എത്തി നിൽക്കുന്നത് മേഘാലയയിലാണ്. ഇന്നലെ നമ്മൾ വാരിച്ചോരയൊക്കെ കറങ്ങിയിട്ട് ഇവിടെ ഒരു പമ്പിൽ സ്റ്റേ ചെയ്തു. ഇപ്പം രാവിലെ ഡീസലും പെട്രോളും ഒക്കെ അടിച്ചു. സിജു എന്നാ ഈ സ്ഥലപ്പേര്, SIJU സിജു. നമ്മൾ സിജു KFC പോകുന്നുണ്ട്. സിജു KFC ഇവിടെ അടുത്താ. സിജു KFC പോകണമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം എങ്ങനെയാന്ന്. मेरा नाम अमसन जी मुमन। അംശം अमसन जी मुमन। അപ്പോൾ വണ്ടി കണ്ടുവെച്ചാൽ ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ വന്നപ്പോഴേ എൻ്റെ പുറകെ വന്ന് ഒരാൾ ഇങ്ങനെ പിടിച്ച്, ഞാൻ ആ സൈഡിൽ നിന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് തിരിച്ചു തന്നെ ഒരു ഫോട്ടോ എടുക്കണം. അതെ കിസായ ഇന്ന് നല്ല പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നോക്കിയേ, സൂപ്പർ അല്ലേ? ഇവിടുത്തെ മത്തങ്ങ അല്ലേ? ആ, മത്തങ്ങ പുഴുങ്ങിയത്, അച്ചാറ്, കഞ്ഞി, മുട്ട പുഴുങ്ങിയത്, കപ്പ, അതിൽ കൂടുതൽ തന്നെ വേണം. ഇത് തന്നെ ധാരാളം. ആ, ഒരാൾ ആദ്യമേ തന്നെ കഴിച്ചത് കൊണ്ട് മത്തങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഓർത്തിട്ട് വിശന്നിട്ടല്ലേ? അല്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ സിജു കേവ്സ് ആണ്. അപ്പൊ നമുക്ക് രാവിലെ സിജു കേവ്സിലേക്ക് പോവാം. ഇവിടുത്തെ സിജു ഒരുവിധം വലിപ്പമുള്ളൊരു ടൗണാണ്. ഇവിടുത്തെ അപ്പുറേ പോലീസ് സ്റ്റേഷനും ഒരു ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. കേവ്സ് കാണാത്തവരെയല്ല ഇന്ന് നമുക്ക് കേവ്സ് കാണിക്കാം. ഇതിലെ ലോറികളൊക്കെ വരുന്നുണ്ട്. ഓ, ലോറികളൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായിരുന്നു. അതെ, NH 217 പോലെ. അതോടെ പോട്ടെ, പോയിട്ട് എടുക്കാം. ഈ വണ്ടികളൊക്കെ എവിടെ ഈ അടക്കയൊക്കെ കയറ്റാൻ പറ്റുന്ന, അല്ലാതിപ്പോ ഇവിടുന്ന് വേറെ ലോഡുകളൊന്നും ഇല്ലല്ലോ, പോകാനൊന്നുമില്ല. അടക്ക ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ലോഡ് കയറുന്നതെന്ന് തോന്നുന്നു. അല്ല, ആസാമിലേക്കാ കൂടുതലും. ഇവിടുത്തെ ലോറിയുടെ ഒക്കെ ബോഡി കണ്ടോ? ആ, എന്ത് വീതിയാന്ന് നോക്കിയതിന്. ട്രാക്ടറിന്റെ പുറകു പോലില്ലേ? അതെ. സിജു കേവ്സ് അപ്പുറത്തൊരു വഴി കൂടെ ആയിരുന്നു പോകണ്ടേ, ശ്രദ്ധിക്കാതെ പോന്നു. ഇവിടെ തിരിക്കണം. ഇവിടെ വഴി തെറ്റിപ്പോയാൽ വണ്ടി ഒന്ന് തിരിക്കണമെങ്കിൽ ഇച്ചിരി പാടാ. എന്ന് പറഞ്ഞാൽ വീതി കഷ്ടി ഒരു വണ്ടി പോകാനുള്ള വീതിയേ ഉള്ളൂ വഴിക്ക്. പിന്നെ തിരിക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടെത്താൻ ഇച്ചിരി പാടായി. പിന്നെ കുറേ നമ്മൾ മുന്നോട്ടൊക്കെ പോകേണ്ടി വരും. നാഷണൽ ഹൈവേയാ, NH 217, പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്, വെൽക്കം ടു സിജു കേവ്സ്. ഇത് ഒത്തിരി പഴയ എൻട്രൻസ് കേട്ടോ, ഒരുപാട് കാലം മുമ്പ് പണിതേക്കുന്ന. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന. സിജു കേവ്സ് 5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇത് ഇവിടുത്തെ ബ്രാൻഡിക്കട. പക്ഷെ അപ്പുറം വെസ്റ്റ് കാർവെൽസിലൊക്കെ ഓപ്പൺ ഷോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ബോർഡൊന്നും, അങ്ങനെയുള്ള ബോർഡുകളൊന്നും. ഇത് സിജു ബസാറ. എനിക്ക് എല്ലാം ടെൻഷീറ്റ് ആക്കി മൊത്തം. നേരത്തെ ഇതെല്ലാം ഓലയും മുളയായിരുന്നു. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ മാർക്കറ്റ് ഉള്ളൂ. മാർക്കറ്റ് ദിവസം ആയിരുന്നു. ഇന്ന് അവിടെ നല്ല തിരക്കായിരുന്നു. ചക്ക വേണോ? വണ്ടി ഒന്ന് പറിക്കാം. ഇപ്പൊ അവിടെ ഗുഗ പോവാണ് ഈ വണ്ടി കൊണ്ട്. സിജു ചർച്ച്, സൗത്ത് ഗാരോ ഹിൽസ്. സിജു പുത്തേട്രാളിന്റെ മേഘാലയയിലെ സൗത്ത് ഗാരോ ഹിൽസിലെ സിജു കേവ്സിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഒരു മൈന. മൈനയൊന്നും അല്ല, പ്രാവ് അല്ല, വേറെന്തോ വിളിയ. സിജു ഡോബാക്കോൾ 200. ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളം അല്ലെന്ന് ആരെങ്കിലും പറയൂ അല്ലേ? അതെ അതെ, കേരളം പോലെ തന്നെ. സിജു തൈക്കും SSA UP സ്കൂൾ. ഇതും സ്കൂളിന്റെ ഭാഗം തന്നെയാണെന്ന് തോന്നുന്നത്. ഗ്രൗണ്ടൊക്കെ ഗവൺമെന്റ് സ്കൂളാണ്. കേരളത്തിലെ എല്ലാ ചെടികളും മരങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ കൃഷിയും ഉണ്ട്. ഇലക്ട്രിക് ലൈനൊക്കെ താന്നാ കിടക്കുന്നത്. നോക്കി മുട്ടോ ഇത്? ഇല്ല, മുട്ടില്ല, പൊട്ടെ. ഇവിടെ എല്ലാം ടിൻ ഷീറ്റ് കൊണ്ട് കടകൾ പണിയാൻ തുടങ്ങിയപ്പോ അതിന്റെ ആ ഭംഗി പോയി അല്ലേ? അല്ലെങ്കിൽ നല്ല മുളയും പുല്ലും ഒക്കെ എന്ത് രസാ. പുല്ലൊക്കെ ഇവിടെ ഇപ്പൊ കിട്ടാനും ഇല്ല, കുറഞ്ഞു. ഇതിൽ ലിച്ചിയ, ഇപ്പൊ ലിച്ചി കായ്ക്കുന്ന സമയം. വേ ടു റോങ്ചാങ് റോക്ക് ഫോർമേഷനോ? അങ്ങോട്ടാണോ? അങ്ങോട്ടല്ല, വേറെ കേവ് ഇവിടെ അല്ലേ? അത് ഞാൻ തിരിച്ചു വരുമ്പോ നിർത്തി നോക്കാം നമുക്ക്. എത്താറായി, ഇപ്പൊ എത്തും. നമ്മളൊരു മല ഇറങ്ങിയാണല്ലോ ഇപ്പൊ പോന്നെ, ചെറിയൊരു മല. അതെ, നദിയുടെ തീരത്തായി ഈ ഗുഹ.
സിജു ദോബാക്കോൾ. ദോബാക്കോൾ എന്ന് പറഞ്ഞാൽ ബാറ്റ്സ് കേവ് എന്നാണ് അർത്ഥം. ബാറ്റ്സ് കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാലുകളുള്ള ഗുഹ. അപ്പോൾ നമുക്ക് പോയേക്കാം. 800 മീറ്ററോടെ ഉള്ളൂ. 800 മീറ്ററോടെ ഉള്ളൂ. അവിടെ നല്ല ടേണിംഗ് ഉണ്ടെന്ന് അവിടെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പം നമ്മളിത് സിജു ബസാറിന് 4 കിലോമീറ്റർ വന്നു. ദൊബാക്കോൾ എന്നുള്ളത് ഗാരോ ഭാഷയാ. ഈ വളവിൻ്റെ കാര്യമാണ് പുള്ളി പറഞ്ഞത്, വലിയ നല്ല വളവാന്ന് പറഞ്ഞേ. ആ എക്സ്പോർട്ട് ഡ്രൈവർ. അവിടെ മറ്റേ പുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു ആ വളവിനെ. പുള്ളി എന്നാ പറഞ്ഞെന്നറിയോ? എക്സ്പെർട്ട് ഡ്രൈവറാണ്. സാധാരണ എല്ലാരും ബായിക്ക് എടുത്താ തിരിക്കുന്നതെന്ന് അവിടെ. അതുകൊണ്ടാ പുള്ളി വന്നത് നോക്കാൻ വേണ്ടി. വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ. ആ പുള്ളി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് മേഘാലയ, ഓഫീസ് ഓഫ് ദ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, സിജു വൈൽഡ് ലൈഫ് റേഞ്ച്, സൗത്ത് ഗാരോ ഹിൽസ്. താഴെ കാണുന്ന സിംസാങ് നദി. ഈ നദിയാണേ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പോകുന്ന നദിയാ. അവിടെ ഈ നദിയുടെ പേരെന്താ? സോമേശ്വരി എന്നങ്ങാണ്ട. സിംസാങ് അല്ലേ? ആ സിംസാങ്. ഇതിന്റെ തീരത്തോടെ തന്നെ ആയിരുന്നു. അതെ, എവിടാണ് കേവ്? അതായിരിക്കും കേട്ടോ. അതിന്റെ മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് അധികം പോകത്തില്ല. അവിടെ ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോട്ടെ. ഇതുണ്ടോ ഇവിടെ ആറ്റിൽ നിന്ന് കല്ല് വാരിയിട്ട് മെറ്റലടിക്കുന്നു. കൈക്ക് മെറ്റലടിക്കുന്ന പരിപാടിയാണ് ഇപ്പോഴും. എത്തി അത് അങ്ങോട്ടിട്ടു. നേരെ റൈറ്റ് സൈഡ് ചേർത്തിട്ടു. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ്. ഇവിടെ പെട്ടെന്ന് കണ്ട KL5 AB ആന്നല്ലേ തോന്നുള്ളൂ. ML5 ആ. അപ്പോഴേ KFC പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ആറ്റിൽ മണൽ വരുന്നുണ്ട്. നമ്മുടെ അവിടെ കാണുന്ന പോലെ ഒരു കാഴ്ചയല്ലേ ഇവിടെ. അപ്പം നമുക്ക് അത് ആദ്യം പോയി കണ്ടിട്ട് വരാം. ഇന്നലത്തെ നടപ്പിൻ്റെയൊക്കെ ഇന്നാ വേദന അങ്ങോട്ട്. അയ്യോ, കാലിൻ്റെ മുട്ടും അടക്കത്തില്ല. മസിലാണ് അനക്കാൻ പോലും വയ്യ. മസിലിനൊക്കെ ഭയങ്കര വേദനയാ. ആഹാ, നല്ല തണുപ്പ്. മഞ്ഞുരുകി വരുന്ന വെള്ളം പോലെ ഉണ്ടല്ലോ. ഐസ് വെള്ളം കണ്ടോ. ഇവിടെ നോക്കിയേ, ആറ്റിൽ നിന്ന് മണൽ വാരി വണ്ടിയിലേക്ക് നിറയ്ക്കുന്നുണ്ട്. ഈ കൂടക്കകത്താ മണൽ ചുമന്നുകൊണ്ട് വരുന്നവര്. എന്നാ നല്ല മണലാന്ന് നോക്കി. സ്വർണം പോലത്തെ മണൽ. എല്ലാ പരിപാടിയും ഇവിടെ ഈ കൂടയും കൊണ്ടാ. വിറക് പെറുക്കുന്നതും പുല്ല് പറിക്കുന്നതും പറമ്പിൽ പോയി പിന്നെ കാച്ചിലും ചേമ്പും ഒക്കെ പറിക്കുന്നതും എല്ലാം. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്ന എല്ലാം കൂടെയാണ്. വേണ്ടല്ലോ, മണൽ ചുമക്കാൻ ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്, അമ്മച്ചിമാരൊക്കെ ഉണ്ട്. ഇതൊരു ബാലൻസ് ആവട്ടെ ഈ തലയിൽ ഇങ്ങനെ ഇതിട്ടേക്കുന്നത്. നെറ്റിയല്ല അത് ഇടുന്നത് ശരിക്കും പറഞ്ഞാലേ. എന്താ ഈ കൂടെ നിറച്ചുണ്ട്. നമ്മൾ തലയിൽ കൊട്ട വെച്ച് നമുക്ക്, പക്ഷെ അതിലും കൂടുതൽ സാധനമുണ്ട് ഇതിനകത്ത്. നമ്മളവിടുത്തെ ഒരു കൊട്ടയ്ക്കകത്ത് നമുക്കിതിൻ്റെ 2 ഇരട്ടിയുണ്ട്. അതെ അതെ, എല്ലാ വെയിറ്റ് ആയിരിക്കും. നല്ല വെയിറ്റാണ്. എത്ര പേരാന്ന് നോക്കിയാലോ, ഒരുപാട് പേരുണ്ട്. ഇവിടെ മണൽ കുഴിച്ചാ ഇവർ വാരുന്നത്. കുഴിച്ചെടുക്കുക. കണ്ടോ ഈ അമ്മച്ചി മെറ്റലാണ് കണ്ടോ. മെറ്റല് വാരി കൂട്ടുക. മെറ്റലിൻ്റെ കല്ല് തന്നെ, അത് മെറ്റലടിക്കാൻ വേണ്ടിയിട്ടാണ്. മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ് ഇത്. അന്നേരം വരുന്ന മണലായതെല്ലാം. അത് കണ്ടില്ലേ, ചുമ്മാ കോരിയാൽ മതിയല്ലോ. ആ കൊട്ടയുടെ മുക്കാ കൊട്ടയും നിറയ്ക്കുന്നുണ്ട്. മണൽ കണ്ടോ. അതെ, അത് സൂര്യക്ക് ഭാഷയൊക്കെ അറിയില്ലെന്ന് ചോദിച്ചു. അതെ. ഹിന്ദി ആती है? हाँ. आपका नाम? मेरा? हाँ. मेरा नाम सोना आर संगमा. सुरना शर्मा എന്നാ പറഞ്ഞത്. സംഗ്മായ. ബാബ പറഞ്ഞത് ഇവര് വീട് പണിയാനൊക്കെ ആയിട്ട് ഈ മണൽ വരുന്നെന്നാ പറഞ്ഞേ. മണൽ എന്നാ നല്ല മണലാന്ന് നോക്കി. ഫാദർ കാ കാം. പള്ളിയിലേക്കായിരിക്കും. പള്ളിയിലേക്ക് അതാ പറഞ്ഞു. ये मॉडल बनने वाला है. एक गलजा है स्कूल. സ്കൂള് പണിയാനും ബിൽഡിംഗ്. വെയിലിന് നല്ല തീ ചൂടാട്ടോ. ഭയങ്കര ചൂടാ. നമുക്ക് ഇവിടെ ഇത്തിരി നേരം നിൽക്കാൻ പറ്റുന്നില്ല. അന്നേരം ഇവരുടെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. അവർ സ്ഥിരം നിൽക്കുന്ന അവർക്ക് അതൊരു വിഷയമല്ല. ഇവരെ വേറൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടല്ലേ. ഇവരിവിടെ ഇതുണ്ടോ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട്. സ്റ്റാൻഡേ വെച്ചിട്ടാണ് കോരി ഇടുന്നത്. ഹായ്.
എല്ലാം കൊച്ചു പിള്ളേരാ. ഇവർ കണ്ടോ ഇത് പാത്രത്തിനാണ് കോരിടുന്നത്. അവർ കോരുന്നവരല്ല. അവർ തൂമ്പായിക്കായിരുന്നു. അല്ല തുമ്പ ഷവൂല്. ആ ഷവൽ. ഷവൂല്. ഷവലെന്നാണോ ഇനി പറയുന്നത്? ആ പിന്നെ അതറിയത്തില്ലേ. ഈ ഷെഡ് മീൻ പിടിക്കുന്ന ആൾക്കാരും പിന്നെ ഇവിടെ പണിയുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. പുല്ല് വാങ്ങിയേക്കുന്നതുകൊണ്ട് ഇതിനകത്തോട്ട് കയറുമ്പോഴേ നല്ലൊരു തണുപ്പാ, ചൂടില്ല ഒട്ടും. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ആ ഉണ്ട്, വണ്ടിക്കാരൊക്കെ ഉണ്ട്. ജോജോയും നുനോയും ഒക്കെ ഉണ്ട്. ഹായ് 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 ഹായ്. എന്ത് പറ്റി, പിണങ്ങിയിരിക്കുകയാണോ? ബായ് മിത്തല. താങ്ക് യു. മിത്തലാന്ന് മാത്രം അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത് പിടിച്ചു കിട്ടും നമ്മള്. അവരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക. സിംസാങ് നദി ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുക ബംഗ്ലാദേശിലേക്ക്. ഇതുകൊണ്ട് ഇത് തടിയും കൊണ്ടുള്ള വെള്ളമാണ്, മീൻപിടുത്തക്കാരുടെ വെള്ളമാണെന്ന് തോന്നുന്നു. ആയിരിക്കും. 2 കിടപ്പുണ്ട്. അപ്പുറമുണ്ട്, ഇത് അവിടെ കുറച്ച് പേര് വെള്ളത്തിൽ പോകുന്നുണ്ട്. അവർ വന്നിരുന്നെങ്കിൽ മീൻ കിട്ടുമോയെന്ന് നമുക്ക് ചോദിക്കാമായിരുന്നു. പതുക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഇവിടെ എല്ലാം കമ്പവല ഇട്ടിട്ടുണ്ട്. കമ്പവലയോ? ചീനവല. ആ ചീനവല വലുതല്ലേ ഇച്ചിരൂടെ? ആ അതിന്റെ ചെറിയ ചോട്ടാവല ഇത്. അവർ മീൻപിടുത്തക്കാരെ അക്കരയിൽ അവരുടെ വള്ളം അടുപ്പിച്ച് നമുക്ക് പോയേക്കാന്ന്. ഭയങ്കര ചൂടാ. ഈ മണൽ വാരിച്ചൊക്കെ നമ്മുടെ നാട്ടിലൊരു 10-30-40 വർഷം മുമ്പുണ്ടായിരുന്ന കാഴ്ചകളാണ്. ഇവരുടെ എല്ലാവേ പുറത്ത് കൂടെ ഫ്രണ്ടിൽ കണ്ടോ ആ ഭാഗ്യമുണ്ട്. എല്ലാവരുടെയും കയ്യിൽ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കയ്യിൽ ഇതുപോലെ തുളയിലൊരു ബാഗ് ഉണ്ടാവും. ആ പൊക്കത്തിലെ കയറ്റുന്നുള്ളെന്ന് തോന്നുന്നു ലോഡ് കേട്ടോ. ഇനി കുറച്ച് കൂടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലോഡാവും. മലയൊക്കെ കയറി പോകണ്ടേ. നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേന് അവരത് വണ്ടിക്കകത്ത് വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട്. അതെ, രാവിലെ വെള്ളം നിറയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. ആ ഇവിടുത്തെ അല്ലേ നല്ല വെള്ളമാണ്. പിന്നെ വെള്ളം നിറയ്ക്കാനായിട്ട് അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഫോഴ്സ് കുറവാണ്. അതുകൊണ്ട് കുറച്ചു നേരം അവിടെ പിടിച്ചോണ്ട് പിന്നെ കെട്ടിയിട്ട് പതുക്കെ അറിയുള്ളൂ. അതെ, ആ ഓസൊന്ന് എടുത്തു കൊടുത്തേ, ആ വണ്ടി ഇങ്ങോട്ട് പോരെ. ഇവരെല്ലാം മണൽ വാരാൻ പോകുന്നവരാണോ ഇനി? ആണെന്ന് തോന്നുന്നു. ഇപ്രാവശ്യം കിളി നമ്മുടെ സച്ചുവാ. കിളി രാവിലെ ഗ്ലാസ് ഒന്നും തുടച്ചില്ല കേട്ടോ. അടുക്കളപ്പണിയാണ് രാവിലെ. രാവിലെ അടുക്കള ഡ്യൂട്ടി കൊടുത്തു ഞങ്ങള്. നോക്കിയാ എത്ര പേരാന്ന് നോക്കിയേ. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ സ്റ്റൂൾ പോലുള്ള സാധനം ഇട്ടേക്കുന്നത്. ചൂരലിൻ്റെ അത്. അവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ടായിരുന്നു. സൂര്യോദയ വേസ്റ്റൊക്കെ ഉണ്ട് ബിന്നിലിട്ടു. ഇത് ചെറിയൊരു ചായക്കട കേട്ടോ ഇവിടെ. നിന്നോ ഞങ്ങളോർത്ത് കടലയായിരിക്കുന്ന ഓർത്ത് ഇങ്ങനെ പൊഞ്ഞു വെച്ചേക്കുന്ന കണ്ടപ്പോഴേ ചോദിച്ച പറഞ്ഞ പക്കോടയാന്ന് പറഞ്ഞത്. ഉള്ളിവടയാ. ഉള്ളിവടയുടെ ചെറുത് നല്ല ഭക്ഷണം, നല്ല നമ്മുടെ അടുത്ത ഉള്ളിവട പോലെ തന്നെ. അതേ ടേസ്റ്റ്. എണ്ണയൊന്നും അതിയല്ല. കുറച്ച് മേടിച്ചോണ്ടോ? ആ മേടിച്ചോ. അതെല്ലാം പണിക്കാരൊക്കെ വരുന്നത്, താഴേന്ന് വരുന്നത്. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തോന്നും. സിജു കേവ് കാണാൻ വന്നവരാന്ന് തോന്നുമ്പോ വണ്ടി വന്നവരാ. അതാ വരുന്നേ, സിജു കേവ് കാണാൻ വന്നവരാ. ഇവരെല്ലാം ടൂർ വന്നേക്കുന്ന പിക്കപ്പയിലാണ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും വന്നിട്ട് അവിടുന്ന് പിക്കപ്പിന് വന്നേക്കുന്ന. അടുത്ത ഒരു വണ്ടിയും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ. പിക്കപ്പിൻ്റെ പുറയിൽ ഇങ്ങനെ നിന്നൊക്കെയാണ് വരുന്നത്. ഉള്ളിവട ചെയ്യേ പാനി പിന്നെ വല്ല ഇതേ ഉള്ളോ? കുറച്ചുകൂടെ വേണം. ഈ ചില്ലറ ഉള്ളോ കയ്യില്? നോട്ടൊന്നും ഇല്ലേ? നോട്ട് എടുത്തോ? അതെ. റോങ്ഗ്രാം സിറ്റി സർവീസ് തുറ. ഇവിടെ ബസ്സിനും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ അതെ, അവിടെ ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന വണ്ടി ലോഡായി, അത് കയറി വരുന്നു. ഇവിടുത്തെ വണ്ടികളെല്ലാം തന്നെ ടാറ്റയുടെ വണ്ടികളെല്ലാം തന്നെ 4 വീൽ വണ്ടികളാണ് കൂടുതലും, ടിപ്പറുകൾ. ഇവിടുത്തെ വഴികളെല്ലാം അങ്ങനല്ലേ? അല്ല ഏതായാലും ഒരു ജുജോ നിപ്പുണ്ട്. 6 വീലാ, 4x4, 4x4 അത് തന്നെ. അടുത്ത വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടി പിടിക്കുക. ഇതൊക്കെ പുതിയ വണ്ടിയാണ്, മോഡലുള്ള വണ്ടിയാണ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ 4x4 വരുന്നതാണെന്ന് തോന്നുന്നു. മേഘാലയയിലുള്ള വണ്ടികളെല്ലാം ടാറ്റയുടെ വണ്ടി, ഇതുപോലെ ടിപ്പറുകളെല്ലാം തന്നെ 4x4 ആണ്. അമ്മച്ചി വിറകൊക്കെ കണ്ട, അതും ആ കൂടെക്കകത്ത 2 കെട്ട് വിറവുണ്ട്. അത് ഇന്ന് സിജു കാണാൻ ഇതേ ഇഷ്ടം പോലെ ആൾക്കാർ എത്തുന്നുണ്ട് കേട്ടോ. പിക്കപ്പയിൽ അടുത്ത സെറ്റ് എത്തി. കണ്ട ബാഗൊക്കെ മുകളിലാണ് വെച്ചേക്കുന്നത്, ക്യാബിന്റെ മുകളിൽ. അപ്പൊ അമ്മ വരുന്നില്ല സിജു കേവ്സ് കാണാൻ, നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ.
നടക്കാൻ വയ്യെന്ന് കാലിന് നടക്കാൻ വയ്യ, കാലിന് വേനയാന്ന് കണ്ടോ ഇവിടുത്തെ ടൂറിസ്റ്റ് വണ്ടിയാ പുറകെ കിടക്കുന്നത്. ആ ഇന്നലെ ത്രിപുരയിൽ നിന്ന് നമ്മൾ അവരെ കണ്ടില്ല, അവരും തുറന്ന് ഇതുപോലെ പിക്കപ്പിനാ വന്നത്. ഇവിടെ എൻട്രി ഫീ വരുന്നത് ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഡൊമസ്റ്റിക് ഇന്ത്യൻസിന് വരുന്നത് 50 രൂപ, അല്ലാണ്ട് ഫോറിനേഴ്സിന് വരുന്നത് 100 രൂപ, പിന്നെ ലോക്കൽ ആൾക്കാർക്ക് 30 രൂപ. ഓ ലോക്കൽ ആൾക്കാർക്ക് വ്യത്യാസം ഉണ്ടല്ലേ? ആ ലോക്കൽ 30, നമുക്ക് 50. ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് റെൻറ്റിലുണ്ട്, ടോർച്ചും ഹെൽമെറ്റും പിന്നെ ചെരുപ്പൊക്കെ ഇവിടെ റെൻറ്റിന് കിട്ടും. പിന്നെ ഷോർട്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മാൻഡറ്ററി ഗൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗൈഡ് വേണമെന്ന് തോന്നുന്നു 500 രൂപ ഗൈഡിന്. പോകാൻ റെഡി ആയിട്ട് വന്ന് ഇപ്പണ്ട്. അതെ കൊച്ചി ഇവർക്ക് 30 കൊടുത്താൽ മതി കേട്ടോ, 50 വെച്ച് കൊടുക്കണ്ടായിരുന്നു. ആ ഇവര് ലോക്കൽ ആൾക്കാരല്ലേ, 30 രൂപ മതിയായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ ലോക്കലാ, ഞങ്ങൾക്ക് ഇനി ടിക്കറ്റിന്റെ പോലും ആവശ്യമില്ല, കയറി പോയാൽ മതി. ആ ഷേപ്പ് കൊണ്ടുവാ. ഗൈഡ് മാൻഡറ്ററി ആക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഫ്രീ എൻട്രി ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ കുറേ അകത്ത് പോവുകയും വേസ്റ്റ് ഇടുകയും പിന്നെ ആരേതാ പോകുന്നതെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഗൈഡ് മാൻഡറ്ററി ആക്കിയത്. കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ നടക്കാനുള്ള എൻട്രൻസ് ചെല്ലും നമ്മൾ ഗുഹയുടെ മുൻവശമായത്. അവിടെ നേരത്തെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അമ്മ കൊച്ചിന് പാല് കൊടുക്കുന്നവർക്ക് ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ചുകൊണ്ടേ പണ്ട് ഇതിൻ്റെ മുൻവശം മൊത്തം ഈ ലൈം സ്റ്റോൺ ഇല്ലേ അതുകൊണ്ട് നിറഞ്ഞ് നല്ല ക്രിസ്റ്റൽ പോലെ തിളങ്ങുന്നതായിരുന്നു. അതൊക്കെ പിന്നെ ആൾക്കാരൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ ഇതിപ്പോൾ പ്രൊട്ടക്റ്റഡാണ്. ഇപ്പം ഈ കേവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്, നദി അങ്ങ് അകത്തുനിന്ന് ഒഴുകി വരുന്നത്. വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്, പേളിയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ വഴി കയറിയാലും നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ വന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും. കുറേ വഴികളുണ്ട് അവിടെയൊക്കെ. ഇത് നേരെ ഇവിടുന്ന് അങ്ങനെ അങ്ങ് സ്ട്രെയിറ്റ് ഗുഹയകത്തോട്ട് തുറന്നു വെച്ച പോലെ ഇല്ലേ, വഴി വെട്ടിയ പോലെ തന്നെ. ഇതിൻ്റെ അകത്ത് ഒരു സ്മെല്ലുണ്ട്, ചുണ്ണാമ്പലിൻ്റെ ആയിരിക്കും, ഒരു കെമിക്കലിന്റെ പോലെ ഒരു ചെറിയ സ്മെല്ലുണ്ട്. പിന്നുണ്ടല്ലോ ഈ വെള്ളത്തിന് ഇപ്പം നല്ല തണുപ്പാണ്, പക്ഷെ തണുപ്പ് കാലത്തുണ്ടല്ലോ ഇത് നല്ല ചൂട് വെള്ളമായിരിക്കും. ആ അങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാരോയിൽ ഇപ്പോൾ ഇവർ താമസിക്കുന്നവർ, ഇവരൊരു മെജോറിറ്റി ആൾക്കാർ ടിബറ്റിൽ നിന്ന് വന്നവരാണ്. അപ്പം ഇവരിവിടെ വന്ന് സ്റ്റേ ചെയ്ത് പിന്നെയാണ് ഈ ഗുഹയൊക്കെ കണ്ടുപിടിച്ച് വന്നത്. ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരൊറ്റിട്ടാണല്ലോ അല്ലേ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വെള്ളത്തിനകത്തൂടെ ഡൈവ് ചെയ്ത് അകത്തോട്ട് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ ഇതുപോലെ തന്നെ വേറെ ഗുഹ ഉണ്ടാവും. കുറേ അതുപോലെ ഇത് ഇഷ്ടംപോലെ ചാമ്പറുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ ഗുഹയ്ക്കകത്ത് 1-2 ലക്ഷം ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അത്ര വലിയ ഗുഹയാണ്, വലിയ ഗുഹയാണ്. നമ്മൾ അതല്ലേ പറഞ്ഞ ഇതിന്റെ ഒരു 5 കിലോമീറ്റർ ഇതുവരെ ഇതിന്റെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഈ ഓഫീസേഴ്സ് ഇവരൊക്കെ വന്ന് നോക്കിയിട്ടും അതിന്റെ അപ്പുറത്തോട്ടുള്ളിടം ഇതുവരെ എന്താന്ന് ഇപ്പോഴും അറിയത്തില്ല. ഇതുവരെ ഈ ഗുഹയുടെ എൻഡിങ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇത് ലൈം സ്റ്റോൺ, ഇത് വെള്ളം ഒഴുകി ഇങ്ങനെ ആയത്. ഈ വെള്ളം ഒഴുകുന്ന നിൽക്കുമ്പം ഇത് തിളങ്ങും. അങ്ങനെ ഈ കളർ വന്നേക്കുന്നത്. ഇത് വെള്ളം ഒഴുകി വന്ന കളറാ. ഇതിൽ ഇനി താഴോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ ആൾക്കാർ മുറിച്ചുകൊണ്ടുപോയി. അത് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ലൈം സ്റ്റോണുകളാണ് കാണുന്നത്. അതിപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മേളിൽ നിന്ന് വെള്ളവും മണ്ണും കൂടി ഇങ്ങനെ വന്ന് വീണ് അതും വലുതാവും, കെട്ട പോലെ ആവും. അച്ഛേ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ പണ്ട് ഇവർ മാപ്പിങ്ങിനായിട്ട് യൂറോപ്പിൽ നിന്ന് അവർ വന്ന സമയത്ത് ഗൈഡ് ഒരാളുണ്ടായിരുന്നു. ആ ആൾ ഇതിൻ്റെ അകത്ത് അവരോട് പോയിട്ട് മിസ്സായിപ്പോയി, പിന്നെ അയാളെ കണ്ടിട്ടില്ല. 3 ദിവസം കഴിഞ്ഞ് പുള്ളി പിന്നെ തിരിച്ചിറങ്ങി വന്നു. അതുപോലെ വഴികളുണ്ട് ഇതിൻ്റെ അകത്ത് തെറ്റിപ്പോകും. അതിനകത്ത് മൊത്തം കാണത്തില്ല. അതിൻ്റെ നിറച്ച് വാവലായിരിക്കുന്നേ, അതിനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, മൊത്തം വാവല. ആ മണ്ടയില് ഇങ്ങോട്ട് വെള്ളം അടിക്കുമ്പോ ചെറുതായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ, അതൊക്കെ ലൈം സ്റ്റോണാ. നമുക്ക് തിരിച്ചു പോവാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലുമായി വാവലുള്ളതുകൊണ്ട്. നമ്മളിത് കുറേ ഉള്ളിൽ കയറി ഗുഹയുടെ. ഭയങ്കര ഇരുട്ട്. ആ ചെറിയ വെട്ടം കാണുന്ന അങ്ങ് നമ്മൾ ഇറങ്ങിപ്പോണ്ട വഴി. ലൈറ്റ് ഇല്ലാണ്ട് തിരിച്ചിറങ്ങി പോവാന്ന്, ഫുള്ള് ലൈറ്റ് നിർത്തിക്കോളാൻ പറഞ്ഞു. ഇത് നേപ്പാളിൽ പോയി ഒരു കേവിൽ പോയി, പക്ഷെ അതൊന്നും അല്ല. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരുപോലെ ഭൂമിക്കടിയില്ല, അതിലെ നദി വരുന്നത്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി, നേതാവരോട് ചോദിച്ചിട്ട് പറയാം. ഇതിന്റെ ഇപ്പൊ നമ്മള് കുറച്ചിങ്ങ് കയറി വന്നപ്പോ തന്നെ എന്തോ പോലില്ലേ, അങ്ങ് അതോട്ടൊക്കെ കയറി പോയി കഴിഞ്ഞാൽ പേടിച്ചു പോകും മിക്കാറും. വഴി മനസ്സിലാവില്ല, അതല്ലേ ഏറ്റവും രസം. നമ്മളെ സാധാരണ കാണുന്ന ഗുഹകള് പോലൊന്നും അല്ല. ഇതിന്റെ അകത്ത് കുറെ അറകള് മാസത്തിലൊരു 2 തവണയിലും മൊത്തം ഇടിഞ്ഞ് വീണ് അടയും, അടുത്ത ഓപ്പണിങ് പിന്നെയും തുറക്കും. അതുപോലെ ഇതിൻ്റെ അകത്ത് എപ്പോഴും അങ്ങനെയാന്ന് പറഞ്ഞു. ഈ സ്ഥലം വലിയ കുഴപ്പമില്ല, അകത്തോട്ടൊക്കെ
ആ ഗൈഡുകൾ ഒരു ഭാഗത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് വഴി മറന്നു പോകുന്നത് കാരണം ഈ ഗുഹയുടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞു. ഭയങ്കര ഭംഗി. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കണ്ടുപോലെ വേറൊരു ലോകത്തെ എന്ന പോലാന്ന് പറഞ്ഞു. ഇതിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് 5 കിലോമീറ്ററേ കൊണ്ടുപോകുള്ളൂ അകത്തോട്ടും. അല്ലാണ്ട് 50-60 കിലോമീറ്റർ ഇതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റും. ഓ അത്രയും വലിയ വലുതാ ഇത്. എന്നിട്ടും ഇതിന്റെ എൻഡിങ് കണ്ടുപിടിച്ചിട്ടില്ല ഇവർ ഇതുവരെ. ഈ കേവുകളുടെ എല്ലാം എന്താ പറയുക, അമ്മയെന്ന് പറയുന്നതാണ് ഈ കേവ്. മദർ കേവായിട്ടാണ് ഈ കേവിനെ കാണുന്നത്. ഇനി അല്ലാണ്ട് ഇവിടെ കുറേ ഇതുപോലെ ചെറിയ ചെറിയ ഗുഹകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ മണ്ടേന്നെല്ലാം വെള്ളം വീഴുന്നുണ്ട്. ദാമിക്കുട്ടി മുമ്പ് ചോദിച്ചു എന്റെ തുണി എന്തെന്ന് ചോദിച്ചു. അച്ഛൻ വന്നത് വണ്ടിയെ കൊണ്ട് വെച്ചു. നേട്ടൻ അത് അരയെ കെട്ടിട്ട് ഷർട്ട് താഴോട്ട് ഇട്ടേക്കുമായിരുന്നു. നോക്കിയപ്പോ ഇത് പൊക്കി നോക്കിയപ്പോ നൂല് കിടക്കുന്ന തുണിയുടെ അമ്പട കള്ളാന്ന്. അമ്പട കള്ള എടുത്ത് കെട്ട്. ഇത് കണ്ടോ, നേരത്തെ ഏതാണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതിനകത്തൂടെ കയറി നടക്കാമല്ലേ നമുക്ക്. ഇപ്പൊ അതെല്ലാം പോയെന്ന് തോന്നേ. പക്ഷെ ഇവിടെ അധികം ആൾക്കാരൊന്നും വരുന്നില്ല. ഇവിടുത്തുകാരൊക്കെ ലോക്കലുള്ള ആൾക്കാരല്ലേ വരുന്നുള്ളൂ. മേഘാലയയിലുള്ള ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. വെളിയിൽ നിന്ന് ആൾക്കാർ വളരെ കുറവാണ് വരുന്നത്. വാരിച്ചേനെ ഇങ്ങോട്ട് എത്താനായിട്ട് ശരിക്കും ഒരു 30-40 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. വ്യത്യാസമല്ല, ദൂരം. ദൂരം. ഇപ്പം ആ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് പറയാം, ഇവിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ചെറുക്കനാണ് പെണ്ണിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സ്ത്രീകൾക്കാണ് മുൻഗണന. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിച്ച് ഞാൻ ഒരു വീട്ടിലോട്ട് പോവാം. അപ്പോൾ അവിടെ വേണമെങ്കിൽ എന്നെ അവർ അബ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അമ്മായിമ്മ പോര്, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ വീട്ടിൽ നിൽക്കുന്നു, ചെറുക്കൻ ഇവിടോട്ട് വന്ന് താമസിക്കുന്നു കല്യാണം കഴിയുമ്പോൾ. അതാണ് ഇവിടുത്തെ രീതി. വളരെ നല്ല ആചാരം. വളരെ നല്ല ആചാരം. നമ്മള് ഡീസന്റ് അല്ലേ, മനസ്സിലായില്ലേ? നമ്മളങ്ങനെ അമ്മായിമ്മ അതും പറയുന്നുണ്ടായിരുന്നു. ചെറുക്കനാണെങ്കിൽ കുറച്ചും കൂടെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാം. ചെറുക്കൻ ഹാൻഡിൽ ചെയ്തോളും. അങ്ങനെ ഒരു പറഞ്ഞു, ചെറുക്കൻ ഹാൻഡിൽ ചെയ്തോളും. പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അവർ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കാൻ നേരത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, നമ്മുടെ നാട്ടിൽ പറയും പെണ്ണ് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെയല്ല, ആമ്പിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഇരുന്ന് ജനിക്കണ്ട, എന്തോന്ന് സ്ഥലം മാറി കേരളത്തിൽ പോയതാ. ശകലൊന്ന് മാറിപ്പോയി. സ്ഥലമല്ല അതുപോലെ തന്നെ ഉണ്ട്, പക്ഷെ സ്റ്റേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ടു. ഇവിടെ എല്ലാ ദിവസവും ഓപ്പൺ ആണ് കേവ്. അങ്ങനെ ക്ലോസിംഗ് ഡേറ്റ് ഒന്നുമില്ല, എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഇവിടെ അധികം ടൂറിസ്റ്റുകൾ ഓവറായിട്ട് അങ്ങനെ വരുന്നില്ല. ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ ഹിഡൻ സ്ഥലങ്ങളുണ്ട് ഈ ഗാരോ ഹിൽസിൽ എന്നാണ് പറഞ്ഞത്. സമയം എടുത്ത് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്തിനാണെങ്കിലും സമയം വേണം. സമയം കാരണം എന്താ പറയുക, മിക്ക നമ്മൾ നടന്നു പോകണ്ടേ, ട്രക്ക് ചെയ്യണ്ടേ, അങ്ങനെ കുറേ ഏരിയകൾ അങ്ങനെ പോകണ്ടായി. പിന്നെ നമ്മൾ കുറച്ച് ദിവസം നിന്ന് അതിവിടെ ചോദിച്ച് മനസ്സിലാക്കണം. പിന്നെ വാരിച്ചോര വരുന്നവർക്ക് ഇങ്ങോട്ടും വരാം. വാരിച്ചോരന്നൊരു 1.5-2 മണിക്കൂറത്തെ യാത്ര. ഒരു 30-40 കിലോമീറ്റർ ഉണ്ട്. വഴി മോശമാണ്, ഒരു 1.5-2 മണിക്കൂറൊക്കെ എടുക്കും. പിന്നെ കാറൊക്കെയാണ് ഇച്ചിരി സമയം കുറച്ച് മതി. എന്നാണല്ലേ കേവ് കാണാൻ വരേണ്ടതായിരുന്നു. 100 മീറ്റർ നടന്നാൽ മതിയായിരുന്നു. പിന്നെ വരേണ്ടിയായിരുന്നു. ഞാനതിന് എനിക്ക് അതിൽ നടക്കാൻ വയ്യതായിരുന്നു, കാലിന് ഭയങ്കര വേദന. നേപ്പാളിലെ മറ്റേ കേവ് കണ്ടില്ലേ, അതിലും അടിപൊളിയാണ്. ആണോ? വീഡിയോക്കകത്ത് കാണാം. അതെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നേ കറിയൊക്കെ വെച്ചു. ഇച്ചിരി എന്നാ കറി വെച്ച്? വെണ്ടയ്ക്ക കറി വെച്ചതല്ലേ. വെണ്ടയ്ക്ക തീയലാ? തീയലെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. തീയലൊന്നും അല്ല, തീയലൊക്കെ വെക്കണേ വറുത്തരച്ച് വെക്കണം. വെണ്ടയ്ക്കായും സവോളയും കൂടെ അരിഞ്ഞു, കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് കടുകും പൊട്ടിച്ച് പച്ചമുളകും ഇട്ട്, പിന്നെ കുറച്ച് ഇതെല്ലാം കൂടെ വഴറ്റി, പിന്നെ അതിനകത്തോട്ട് ഇച്ചിരി മല്ലിപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മീറ്റ് മസാലയും മഞ്ഞൾ പൊടി ഇട്ടു. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി തേങ്ങാപ്പാലൂടെ ഒഴിക്കണം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഒരു ബസ് കൂടെ വന്നു. സിജുക്ക് ആണ്, ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ. ലോക്കൽ ഇവിടെ ഉള്ളവര്, മേഘാലയക്കാരല്ല. ഓ, ആ കറി ഇങ്ങോട്ട് മാറ്റി വെച്ച് അതിനകത്തോട്ട് ചട്ടിക്കകത്തോട്ടിട്ട്. സച്ചു പറ, സച്ചു കറി എങ്ങനെയുണ്ട്? കറിക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാ. മുത്ത് കഴിഞ്ഞ ദിവസം എന്നാന്നറിയാ പറഞ്ഞേ, നേരത്തെ വണ്ടിയെ വന്നാ മെലിയുമായിരുന്നു, ഇപ്പൊ വണ്ടിയെ വന്നാ വണ്ണം വെക്കാന്ന്. കറിക്ക് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ചട്ടി കറി തീർന്നു. വെക്കാനില്ലാത്തോണ്ട് ഞങ്ങള് തിന്നുന്നു ചട്ടിയിലിട്ട്. മൊത്തം തീർന്നോ? കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്ന പിക്കപ്പേലാണ്. അതെ, അടുത്ത ടൂറിസ്റ്റ് വണ്ടിയും വന്നു. നോക്കി എത്ര പേരാ അതെ വരുന്നെന്ന്.
ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു റോങ്ഡോങ് റോക്ക് ഫോർമേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ ഉള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അതെ, ഇവിടെ 150 മീറ്ററേ ഉള്ളൂ. വേ ടു റോങ്ചാങ് റോക്ക് ഫോർമേഷൻ. ആ പോട്ടെ 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 പോട്ടെ, വണ്ടി പോട്ടെ. കണ്ടവർക്കും കയ്യാൽ കെട്ടി വെച്ചേക്കുന്നതാണല്ലേ ഇത്. കല്ലൊരു പ്രത്യേക ഷേപ്പിൽ. ദേ ഈ കാണുന്ന എല്ലാം റോക്ക് ഫോർമേഷൻ്റെ ഭാഗങ്ങളാണ്, അടുക്കടുക്കായിട്ടുള്ള പാർക്കറ്റുകളായത്. നല്ല രസമുണ്ടല്ലേ കാണാൻ. മുഴുവൻ മരത്തിൻ്റെ വേരുകളുണ്ടോ? ആ മരം കണ്ടോ നോക്കി, മുകളിലേക്ക് പോയേക്കുന്നുണ്ടോ? അതിന് വേറെ എവിടാന്ന്. ആ മരത്തിൻ്റെ പകുതി ഇവിടെയും ബാക്കി ഇതേ ഈ പാറക്കടയിൽ മുകളിലേക്ക് ഉണ്ടോ? കണ്ടാൽ ഇടിഞ്ഞു വീഴുമെന്ന് തോന്നുന്നില്ല അല്ലേ? ഓ, ഇതും ചുണ്ണാമ്പ് അല്ല അല്ലേ? അതുകൊണ്ടായി ഇതുകൊണ്ടോ ഇതിലിടയ്ക്കിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ദ്വാരങ്ങളൊക്കെ. ഇതിപ്പോൾ നമ്മൾ വാരിച്ചോര പോയ പോലെ ഉണ്ടല്ലോ. കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഉരുണ്ട് വീഴുമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ കയ്യാലെ കെട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ, പ്രകൃതിയുടെ ഓരോ വികൃതികൾ. ഇവിടെ കൊണ്ടൊന്നും തീരുവല്ല, അങ്ങോട്ടുണ്ട് ഒത്തിരി. ഇതിനിടയിൽ കൂടെ ഒക്കെ കയറിപ്പോ ഗുഹ പോലെ. ഞാനിത് കാണാതെ പോയാൽ ഒരു നഷ്ടമായിരുന്നു. നമ്മുടെ അവിടെ ഇങ്ങനെയുള്ള ഒരു കാഴ്ചയൊന്നും ഇല്ല. അത് അവിടെ ചെറിയൊരു ബോർഡേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ അവിടെ താഴെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ കണ്ടായിരുന്നു ഈ ബോർഡൊക്കെ. അപ്പോൾ ചോദിച്ചു, അന്നേരം പറഞ്ഞു ഇന്ന പോലെ സംഭവം. അതിൻ്റെ ഫോട്ടോ ഒക്കെ പുള്ളി കാണിച്ചിരുന്നു. ആ മുകളിലത്തെ ആ കൊച്ചേ അത് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ കൂടെ വന്ന കടയിലിരുന്ന കൊച്ചത്. ഒരു ജുജോയും നുനോയും ഉണ്ട്. ഈ സൈഡിൽ നിൽക്കുന്ന മരം ഒടിഞ്ഞു വീണതിൻ്റെ ഭാഗങ്ങളായി കിടക്കുന്നതെല്ലാം ഫുള്ള് ദ്രവിച്ച് തീരാറായി. ഭാഗത്തേക്കൊന്ന് കയറി നോക്കാം. അച്ചമ്മയ്ക്ക് ഇപ്പോഴേ ഇത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ടല്ലേ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാ അച്ചമ്മ. അതൊക്കെ ചടിക്കോ. ആ, സിനിമയ്ക്ക് പറ്റിയ ലൊക്കേഷനാണ് ഇത്. അടിപൊളി ലൊക്കേഷനാണ്. ഇതുണ്ടോ, അങ്ങോട്ട് നോക്കിയേ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ പേടി തോന്നും കേട്ടോ. താഴെ ഇതൊരു ഗുഹയാന്ന് തോന്നുന്നു. അതൊക്കെ മറിഞ്ഞു പോയ പാർക്കെട്ടാന്ന് തോന്നുന്നു. കണ്ട അങ്ങോട്ട് അതിനടിയിൽ കൂടെ ഒക്കെ ഇറങ്ങിപ്പോകാൻ തോന്നുന്നു. ഇവിടുത്തെ പിള്ളേരൊക്കെ മുമ്പ് ഇറങ്ങിപ്പോകാൻ കണ്ടല്ലേ. തീർന്നിട്ടില്ല കണ്ടോ. കൊള്ളാം, അടിപൊളി. ഇതുവഴി വെള്ളം ഒഴിക്കാൻ വാരിച്ചോരാ, ഇല്ലെങ്കിൽ ഇത്. അതെ അതെ, ഇവിടെ ഒരു സമയം ക്യാമ്പ് ചെയ്യാം. അതെ അതെ. ഇവിടെ വന്നേ എന്നാ ഒരു വല്ലാത്ത ഒരു ഭീകരതയാണ്. അതെ അതെ, സത്യം പറഞ്ഞാൽ ഭൂമിക്ക് അടിയിൽ നിൽക്കുന്ന പോലെ ഇപ്പം തോന്നുന്നത്. മിക്കവാറും നമ്മൾ താഴത്തെ കേവിൻ്റെ മുകളിലായിരിക്കും നിൽക്കുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. മിക്കവാറും ഒന്നുമല്ല, കേവിന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. കേവിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ഓരോ അടിയും കാലെടുത്ത് മുന്നോട്ട് വെക്കുമ്പോൾ നോക്കി വെക്കുക, താഴോട്ട് പോകരുത്. ഇതിലെ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഇതിനിടയ്ക്കൂടെ എല്ലാം കയറിപ്പോകാൻ വേണം അങ്ങോട്ട്. കുറേ ഏരിയ ഉണ്ട്. മുകളിൽ എന്തോരം മരങ്ങളാണ് നിൽക്കുന്നതെന്നുണ്ടോ? അതിലേക്ക് ഇറങ്ങിപ്പോയിട്ട് വഴി തെറ്റല്ലേ കേട്ടോ. ഗൈഡുണ്ടോ? പിള്ളേരുണ്ട്. ആ ഉണ്ടോ? ആ അത് ശരി. ആ അവർ പിന്നെ അല്ലെങ്കിൽ സൂര്യ എത്ര ധൈര്യത്തോടുകൂടി പോകല്ലോ. അല്ല, നമ്മൾ പറഞ്ഞു പോലുമില്ല, കുട്ടികൾ നമ്മുടെ കൂടെ വന്ന. ആ, കാണിച്ചു തരാൻ വേണ്ടി വന്ന. ആ, ഇത് വേറെ വഴിയാ. അതിനകത്തെല്ലാം ഇതുണ്ട്. ഈ ആല നിൽക്കുന്ന പേരാല്. ഇത് കണ്ടാലും ഒരു കേവ് പോലെ തോന്നും. ഇതുണ്ടോ, ഈ വേരുണ്ടോ? എന്നാ കട്ടില്ലേ? അത് വേറെ ആലിൻ്റെ വേറെ. ഇത് വേറെ ഇതല്ല. അതെ, നിക്ക്, മരം എത്ര മുകളിലാണ് നിൽക്കുന്നതെന്ന് നോക്കി. മഴ പെയ്താലും ഇവിടെ അധികം വെള്ളം വീഴില്ല. മുകളിലോട്ട് നോക്കിയേ, കുട പോലെ മരം നിൽക്കുന്നത്. ഇതിനൊരു അവസാനം ഇല്ലെന്ന് തോന്നി. ഇങ്ങോട്ട് ഇതുണ്ടോ, ഇത് വേറൊരു ഭാഗം. അത് ഇടനാഴി കേട്ടോ, ഇതിലേം പോവാം. പക്ഷെ ഗൈഡില്ലാതെ പോകാൻ പാടില്ല. വഴി തെറ്റിപ്പോവും. ഇതൊക്കെ കോടാനുകോടി വർഷങ്ങളായതായിരിക്കും. അതെ, ഇത്രയും വലിയൊരു സംഭവം നമ്മൾക്ക് അങ്ങോട്ട് ആ ബോർഡ് കണ്ടപ്പോൾ തോന്നിയില്ല. അതെ, അതാ മുമ്പേ ആ ഇവിടുത്തെ ആൾ പറഞ്ഞില്ലേ, നമുക്കറിയാൻ വയ്യാത്ത, അതുപോലെ ആരും വരാത്ത ഒരുപാട് പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങൾ മേഘാലയയിലുണ്ടെന്നാണ് പറഞ്ഞത്. കുറേ ട്രെക്കിംഗ് ഒക്കെ ചെയ്തു പോയാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇതേപോലെ ഇതുണ്ട്. ഇപ്പം എന്തേരം നമ്മൾ ഇതിന് ഉള്ളിൽ കയറി വന്നെന്ന് നോക്കി. അതെ, എന്നിട്ടും തീർന്നില്ല. തീർന്നിട്ടില്ല.
എന്നാ വലിയ വേരുകളാന്ന് നോക്കിയല്ലേ, മൊത്തം മരത്തിൻ്റെ വേരുകളാണ്. മരമൊക്കെ മുകളിലാണ് നിൽക്കുന്നത്. ഈ വേര് ഈ പാറ മൊത്തം ചുറ്റിയേക്കുക. ഒരു പാറയ്ക്കൊരു താങ്ങ കേട്ടോ അത്. പക്ഷേ ഈ മരങ്ങളല്ല, ഇതിൻ്റെ എല്ലാം മുകളിൽ വലിയ മരങ്ങളുണ്ട്. ആ നിൽക്കുന്ന മരം കണ്ടോ? ആ ഇത് കണ്ടോ, ഒരു മരം നിൽക്കുന്നുണ്ട്. ഇതും പേരാല കേട്ടോ. ഇത് വേര് മാത്രമാണെന്ന് തോന്നുന്നു. മരം മുകളിലാ ഇതല്ലേ, നല്ല മിനുസോ ഈ പാറയ്ക്ക്. വെള്ളം ഒഴുകി പോയ പോലെ ഒരു ഇത് കണ്ടോ. അങ്ങോട്ടല്ലാതെ ഇത് ഇരുന്നില്ലോ. ഇല്ലില്ല, എല്ലാം ഒരു ഡിസൈൻ പോലെ കണ്ടില്ലേ എല്ലാം അല്ലേ. ഇതുണ്ട് ഈ സൈഡിലോട്ട് നോക്കി. ഇത് അവിടെ ഒരാൾ വള്ളിയെ തോന്നുന്നുണ്ട്. നമ്മുടെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു പുള്ളി. മുകളിലോട്ട് കയറി പോ. അതുണ്ടോ രാമൻകുട്ടി, അത് കണ്ടോ? അങ്ങോട്ട് നോക്കിയത് കണ്ടോ, ചേട്ടൻ ആടുന്നുണ്ടോ? അങ്ങോട്ട് നോക്കിയേ. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ മരം കണ്ടോ, എന്നാ വലുതാന്ന് നോക്കി. അതെ ഭയങ്കര മരം അത്. അത് ആലല്ല കേട്ട്, വേറെ ഏതോ വേറെന്തോ. അതിൻ്റെ വേരിനെ ഒരു തടിയുടെ വണ്ണം ഉണ്ട് കണ്ടോ. ആ മരത്തിൻ്റെ പേര് തന്നെ ഏട്ടാ ഇപ്പറേ നിൽക്കുന്നതും. ഇങ്ങോട്ട് വന്നേക്കുന്ന ആ വലുത്. ഗൈഡും കോ ഗൈഡും ഉണ്ട്. പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുക. നമ്മളിനി വരുമ്പോൾ ചിലപ്പോൾ അവനായിരിക്കും നമ്മുടെ ഗൈഡ്. സത്യചേട്ടൻ ഇന്നും മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ പോലെ? മണ്ണിന് ഭയങ്കര പശയാ, തെന്നല്ലേ, നോക്കി ഇറങ്ങി വരണം. ഓ ലീലാമ്മ അഡ്വഞ്ചറസ്, അച്ഛമ്മയുടെ അഡ്വഞ്ചറസ് ട്രക്കിങ്. അതല്ലേ ഒരാളിരിക്കുന്നുണ്ടോ സൈഡി മേടിച്ചു. ആ അവനിതാ ഇവിടെ ഇരിപ്പുണ്ട് കൊച്ചു. ഇതിനകത്ത് അങ്ങോട്ട് ഗുഹയാ കേട്ടോ അല്ലേ, കേവല്ലേ? ആ അതെ, അങ്ങോട്ട് കേവാ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. ഇനി അപ്പുറത്തൂടെ കണ്ട് ഇതിൻ്റെ ഫ്രണ്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ടോ അകലെ ഒരു വെട്ടം കാണുന്നുണ്ട്. ഈ ഗുഹയുടെ അപ്പുറത്ത് ചെറിയൊരു വെട്ടം കാണുന്നുണ്ട്. ശരിക്കും പേടിയാവും അല്ലേ ഇവിടെ നിന്നാ? ഇതേ അവിടെ നിന്ന് ഞങ്ങളിതേ ഇവിടെ വന്നു. നമ്മൾ താഴെ സിജു KFC കണ്ട ടൂറിസ്റ്റുകൾ പോലും ഇവിടെ വന്നിട്ടില്ല. അതുപോലെ ഒരു മനുഷ്യരും ഇല്ല ഇവിടെ. വന്നവരാരും തന്നെ വന്നിട്ടില്ല. അത് ഇത്ര ഒരു സംഭവം അറിയത്തില്ല. നമ്മളും ആദ്യം അങ്ങോട്ട് പോയപ്പോൾ ചെറിയൊരു ബോർഡ് നമ്മൾ ഓർത്ത്, അത് ഇങ്ങോട്ടുള്ള വഴി കണ്ടാലും തോന്നില്ലല്ലോ, വീടിൻ്റെ ഇടയിൽ കൂടെ ചെറിയ വഴി, എന്തെങ്കിലും ചെറിയ കല്ലിൻ്റെ എന്തെങ്കിലും ആയിരിക്കും വെച്ചു. പക്ഷേ ഇത് ഭയങ്കര സൂപ്പർ സ്ഥലമാണ്, നല്ല തണുപ്പാണ് ഇതിൻ്റെ അകത്ത്. ആ ബസ്സേ വന്നേക്കുന്ന കുറച്ച് പേര് സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പുള്ളി ചോദിച്ചേ ഇവിടെ വല്ല ജോലി ചെയ്യാണോ അതോ കറങ്ങാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഏതൊക്കെയാലും ഇങ്ങോട്ട് വന്നപ്പോഴേ ഇത്രയും കാഴ്ചകൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ. അപ്പോൾ ഈ റോക്ക് ഫോർമേഷൻ കാണാൻ എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, പിന്നെ ഗൈഡിന് 200 രൂപ. ആ കൊച്ചു കൂടെ വന്നതിന് ഗൈഡിന് 200 രൂപ. ഗൈഡുമാരെല്ലാം കുഞ്ഞു കുഞ്ഞു ഗൈഡുമാരാ. അപ്പോൾ ഗൈഡല്ല പറഞ്ഞത്, ആ മറ്റേ മഞ്ഞ ഡ്രസ്സിട്ട ഗൈഡിൻ്റെ അമ്മയാണ് പറഞ്ഞത്. ഒരു 200 രൂപ ഗൈഡിന് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കുറച്ച് പിന്നെ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു, അതും കൊടുത്തു പിള്ളേർക്ക്. ഇതാരാന്നറിയോ, മുമ്പേ വന്ന ആളാ. ആ വളവിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അതെ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ വന്നൊരു ഫോട്ടോ. ഈ 2 പിക്കപ്പേ വന്ന ആൾക്കാരാ നമ്മളിങ്ങനെ പോന്നപ്പോൾ വന്നേ. ഇവരൊക്കെ ഇവരെല്ലാം പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് പോകാൻ തയ്യാറായിട്ട് വണ്ടിയിൽ കയറിയിരിക്കുക. ബൈ. കുറേ ആൾക്കാർ ഇവിടെ കലിങ്കലിരിക്കുന്നു. കലിങ്കലല്ല, എല്ലാവരും തെറ്റാട്ടെ. പിക്കപ്പ് കയറിപ്പോട്ടെ. അല്ലേ നമ്മുടെ പുറകെ നിന്ന് അവരെല്ലാം ടാറ്റ തരുന്നുണ്ട്. ഇനി നമ്മള് വെള്ളച്ചാട്ടം കാണാം. ഏത് വെള്ളച്ചാട്ടം? കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ടല്ലോ. പേരൊക്കെ നമുക്ക് പേരങ്ങോട്ട് ചെല്ലുമ്പോ നോക്കാം. ഏത്? ഫിഫി പോയാൽ പറ്റുള്ളൂ. ഫിഫി ഇറങ്ങാം, മുങ്ങിക്കുളിക്കാം. ഇന്നലെ താമിക്കുട്ടിയെ മുക്കിയതല്ലേ ഞങ്ങള് വെള്ളത്തില്. വെള്ളത്തില് മുക്കി മഴയും നനച്ചു. അതെ, അതെങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞിക്കിളി? അടിപൊളിയായിരുന്നു അല്ലേ? വെള്ളംചാട്ടം ഇഷ്ടം. എനിക്ക് മഴ ഇഷ്ടം. ബോൾ കളി അവിടെ പിള്ളേരെല്ലാം
അപ്പോൾ നമ്മൾ തിരിച്ചത് സിജു ബസാറിലെത്തി. ഇവിടെ ഉണ്ടോ? ഇവിടെ എന്നാ നീറ്റാന്ന് നോക്കിയേ. അവർ അന്നേരം വേസ്റ്റ് എല്ലാം പേർക്ക് കത്തിച്ച് കളയും. താങ്ക്സ് ഫോർ വിസിറ്റ്. അപ്പോൾ നമ്മൾ സിജു കേവ് ഒക്കെ കണ്ട് തിരിച്ച് സിജുവിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഷില്ലോങ് റൂട്ടിലേക്ക് പോവാം. NH27 വഴി, 217 വഴി. വീതി വളരെ കുറവാണ്. വലിയ വണ്ടി 2 വന്ന സൈഡ് കൊടുക്കാൻ വെച്ചാൽ പാടുപെടും ചില സ്ഥലങ്ങളിൽ. ആസാം വണ്ടിയായിരുന്നു അത്. ആസാം വണ്ടിയാ എന്നാ? മേഘാലയ വണ്ടിയായിരുന്നു. ഒരു മിത്തല പറഞ്ഞാൽ മതിയായിരുന്നു. NH217. പക്ഷെ വഴിയെല്ലാം പോകാൻ മോശമാണ്, ചെറിയ വഴിയുവാ. വാട്ടർഫോൾ. ഇതേ ഒരു വാട്ടർഫോളാ. വെള്ളച്ചാട്ടം കാണേണ്ടവരൊക്കെ ഏറ്റവും വന്ന് വെള്ളച്ചാട്ടം കാണുക. ഇവിടെ ഈ റോഡ് ഇങ്ങനെ ഈ മലയ്ക്ക് ചുറ്റും ഇങ്ങനെ അടുത്ത മല കയറി അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. ഇതുവരെ നമ്മൾ വന്ന പോലെ അല്ലേ, ഇത് വലിയ മലകളാണ്. ഇവിടെ മൊത്തം ഈറ്റ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു വ്യൂ പോയിന്റാ. അവിടെ കയറി നിന്നാൽ താഴേക്ക് കാണാം. ഒരു മോഡലാണ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം, കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ഉണ്ട്. വേരിന്റെ അവിടുന്ന് വെള്ളം വരുന്നേ. മഴ പെയ്യുമ്പോൾ ഇത് നല്ല ഇഷ്ടം പോലെ വെള്ളം കാണും. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ മാറി മോളുടെ ഡ്യൂട്ടി ഇത് അച്ഛനെ ഏറ്റെടുത്തു. അച്ഛനെ ഏൽപ്പിച്ചു. എനിക്ക് പണ്ട് വണ്ടിയെ ചുമ്മാ ഇരിക്കാൻ പറ്റിയായിരുന്നു, ഓടിക്കുന്നതായിരുന്നു ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ കമ്പനിക്കാരൊക്കെ പറയായിരുന്നു കാരവൻ എടുത്ത സമയത്ത്, ഇനിയിപ്പോ എന്നെ ചെയ്യും ഡ്രൈവറെ അല്ലല്ല ഡ്രൈവർ വണ്ടി യാത്ര ചെയ്യും, ഞാൻ ഓടിക്കുമെന്ന് കളിയാക്കുമായിരുന്നു. ഇപ്പൊ അത് പോയിട്ട് വെറുതെ ഇരുന്നുണ്ടല്ലോ, ഇപ്പം വണ്ടി ഓടിക്കാൻ മടിയായി. വെറുതെ ഇരിക്കല്ലോ. വീഡിയോ എടുക്കുക, അതിൽ ഓടിക്കുന്നില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ ഓടിക്കാൻ കൊടുത്തേക്കാം. ബിഗ് ബ്രിഡ്ജ് 28 മാക്സിമം പോകാൻ പറ്റുള്ളൂ. വണ്ടി വരുന്നുണ്ട്, നിർത്തിക്കോ. ഒത്തിരി പഴയ പാലമാണ്. ഒത്തിരി പഴയ പാലമാണ്. തടിയാ ഭാഗിയേക്കുന്നതെന്ന് തോന്നുന്നു. തടിയാണോ അത് ഇരുമ്പാണോ എന്ന് സംശയം. തടിയാണോ ഇരുമ്പാണോ? ഇതേ ഇരുമ്പാ, തടിയൊന്നും അല്ല. അല്ല അതും തടിയാ, ഇരുമ്പാ. സീച്ചാണല്ലോ. ഇത് നല്ല സ്ട്രോങ് പാലം കേട്ടോ. പഴയ പാലമാണെങ്കിലും നല്ല സ്ട്രോങ് പാലമാണ്. ഇതുണ്ടോ നല്ലൊരു വെള്ളച്ചാട്ടം. അങ്ങ് മേളിലും ഒരു തട്ടുണ്ട്. ഇത് 2ാമത്തെ തട്ട്, ഇത് 3ാമത്തെ തട്ട്. 3 തട്ടുണ്ട്. ഇത് ഒരു വീക്ക് ബ്രിഡ്ജാ. ചിറ്റ്മാങ് ചായ്വാട്ട് ലേക്ക്, ബദ്രി റോങ്ഡോങ്, സൗത്ത് ഗാരോ ഹിൽസ്. അതെ, ആർട്ടിഫിഷ്യൽ ലേക്കാ. അതോ എന്താ 21 ഹെക്ടർ ലാൻഡ് ട്രാൻസ്ഫോം ചെയ്ത് എക്കോ ടൂറിസത്തിനായിട്ട് വേണ്ടി ട്രാൻസ്ഫോം ചെയ്തേക്കുന്ന. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. അതെ, നാച്ചുറൽ ബ്യൂട്ടി കണ്ടുകൊണ്ട് വന്നില്ലേ. അതുമല്ല, അത് കുറച്ച് നടന്നു പോകേണ്ടി വരും. താഴോട്ട് കുറച്ച് നടന്നു പോകണം. 5:45. അതെ, കാണാൻ പാടുന്നില്ല. ഇതാ ലേക്ക്. ഇറങ്ങി പോകാൻ നന്നായില്ലേ? ഇറങ്ങി പോകാൻ നന്നായിട്ട്. ഒരു കുളം അത്രേ ഉള്ളൂ. കുളത്തിന്റെ ഇംഗ്ലീഷാണ് ലേക്ക്. അതെ, അല്ല ചെറിയൊരു കുളം. അവിടെ ചെറിയ പാർക്ക് പോലെയൊക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ. ഇപ്പൊ അതിനകത്ത് വെള്ളം കുറവാ. അതിനകത്ത് ബോട്ടൊക്കെ ഉണ്ട്, പെഡൽ ബോട്ടൊക്കെ ഉണ്ട്. ബോട്ടിങ്ങും പരിപാടിയൊക്കെ. നമ്മള് രാവിലെ ഇന്ന് മറ്റേ KFC പോയില്ലേ, സിജു കേവ്സിൽ അവിടെ ആക്ടിവിറ്റി ആയിട്ട് ബോട്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങള്? അല്ല അവിടെ ഇല്ലല്ലോ. അവിടെ ആക്ടിവിറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും ചെയ്യുന്നൊന്നുമില്ല. ഇത്രയും നേരമേ നമ്മളൊരു മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ വരുമായിരുന്നു. ഇനിയിപ്പോ ഇച്ചിരി ഇറങ്ങാം. അതൊരു സ്കൂളിന്റെ ഗ്രൗണ്ട് കണ്ടോ, നല്ല പുൽത്തകടി. സ്കൂള് അടച്ചെന്ന് തോന്നുന്നു, പഴയ സ്കൂളാണ്, പകുതി പൊളിഞ്ഞു നടക്കുക. ഗ്രൗണ്ട് കണ്ടോ, എന്നെ രസമാ. സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. ഇവിടെ നിന്ന് നമ്മള് മല ഇറങ്ങാം. അങ്ങനെ തന്നെയല്ല ഇങ്ങോട്ട് ഇപ്പം നന്നായി. എത്ര ദിവസമായി വളവ് തുടങ്ങിയിട്ട്? അതെ, മേഘാലയ കയറിയപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ. ഇങ്ങനെ തിരിഞ്ഞ് ഇറങ്ങി അങ്ങ് പോവാ. ഇതിപ്പോ നമ്മള് വലിയൊരു മലയാ ഇറങ്ങുന്നത്. വെൽക്കം NH സബ് ഡിവിഷൻ നമ്പർ 2 ദരൂഗ്രി സ്റ്റാർട്ട്സ്. NH62. അപ്പൊ ഇത് ഇവിടുന്ന് NH62 ആണെന്ന് തോന്നുന്നു. 217 കൂടെ നമ്മൾ വന്നോണ്ടിരുന്നത്. അതായത് പഴയ നമ്പറാണോ ഇതൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ വഴി ഇച്ചിരി വ്യത്യാസമുണ്ട് ഇതുവരെ വന്നതിൽ. നല്ല ടാറിങ്ങാ. ഇതൊരു വേ ബ്രിഡ്ജാണ്. ഇത് വേ ബ്രിഡ്ജുകളൊക്കെ RTO അപ്രൂവ്ഡ് വേ ബ്രിഡ്ജുകളാണ്. ഇവിടെ കടയിൽ മത്തങ്ങ ഉണ്ടായിരുന്നു, വേണോ? മത്തങ്ങയൊക്കെ മുന്നോട്ടും കിട്ടും. മീനുണ്ടേ മേടിക്കാം. മീനില്ല. ഇത് ജാഡി എന്ന് പറഞ്ഞ സ്ഥലമാണ്.
JADI ജാഡി. മീനും ചിക്കനും എല്ലാം ഉണ്ട്. പടക്കണ മീനാണ്. ഇറങ്ങി നോക്കി മേടിയില് മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇന്ന് രാത്രി കപ്പയും മീൻകറിയാണ്. കുക്കിങ്ങിന്റെ വീഡിയോ പുത്തേട്ട് ഫാമിലി വ്ളോഗിലാണ് വരുന്നത്. അപ്പൊ മേഘാലയയിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.